സോ അങ്ങനെ നമ്മളിപ്പോൾ മൂന്നാറിൻ്റെ അതിമനോഹരമായ കാഴ്ചകളുടെ ഇതിനകത്തേക്ക് എത്തിയിരിക്കുന്നു, മലനിരകളിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മൂന്നാറിലേക്കുള്ള വഴിയാണ് കണ്ടത്. ഈ ഒരു എപ്പിസോഡിലും മറ്റ് എപ്പിസോഡുകളിലും നമ്മൾ മൂന്നാറിൻ്റെ വശ്യസുന്ദരമായ കാഴ്ചയാണ്. ആദ്യമേ തന്നെ നമ്മളിപ്പോൾ ഇവിടെ പറക്കാട്ട് റിസോർട്ടിലാണ് ചെല്ലുന്നത്, കാരണം അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള യാത്ര. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ആ പറക്കാട്ട് റിസോർട്ടിൻ്റെ കാഴ്ചകളിലേക്കായിരിക്കും കിടക്കുന്നത്. ഓട്ടോടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് വരുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ വീഡിയോയും കറക്റ്റ് എടുക്കുന്നതാണ്. മൂന്നാറിനെ കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു, വഴീനെ കുറിച്ച്. അപ്പോൾ വഴിനെ കുറിച്ച് കുറച്ചുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയാം. നമ്മളിപ്പോൾ ഈ ഒരു കാഴ്ചയിൽ കാണാൻ സാധിക്കുന്നു, നമ്മുടെ ഈ വഴി വളരെ ചെറുതാണ്. ഇപ്പോൾ വൺ വേ പോലത്തെ ഒരു വഴിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഫ്രണ്ടിൽ പോകുന്ന ടൂറിസ്റ്റ് ബസ് പോകുമ്പോൾ തന്നെ ഒരു ഓപ്പോസിറ്റായിട്ട് വെഹിക്കിളിന് കയറി വന്നാൽ ഒരിക്കലും പോകാൻ പറ്റില്ല, കാരണം അത്രയും ടൈറ്റായിട്ടുള്ള വഴിയാണ്. അപ്പോൾ ഈ വഴിയിൽ മറ്റൊരു സങ്കടകരമായ കാഴ്ച എന്ന് പറയുന്നത് ടാറിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് മോശമായ വഴിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ടാക്സി കണ്ടു. ഈ ടാക്സി പോലെ തന്നെ കുറേ വാഹനങ്ങൾ റോഡിലേക്ക് കയറ്റിയാണ് നിർത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു വിഷ്വലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയൊരു വഴിയിൽ ഇങ്ങനെ വാഹനം കയറ്റിയിട്ട് ഒരിക്കലും അവിടെ വാഹനം നീങ്ങുന്നില്ല, ബ്ലോക്ക് ആകുന്നു. അതാണ് മൂന്നാറിന് ബ്ലോക്ക് ആക്കുന്നത്. അപ്പോൾ നേരെ കാണുന്നതാണ് നമ്മുടെ പറക്കാട് റിസോർട്ട്. നമ്മളിപ്പോൾ ആദ്യമേ തന്നെ പോകുന്നത് നമ്മൾ ആ റിസോർട്ടിലേക്കാണ്. ഇപ്പം നമ്മൾ പോകുന്ന വഴിയിലല്ല ശരിക്കും. നിങ്ങളിപ്പോൾ എറണാകുളത്തുനിന്ന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മൂന്നാറിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പം ഈ പോകുന്നത് നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ട് അനുസരിച്ചാണ്. കാരണം നമ്മൾ പഴയ റൂട്ടിൽ കൂടെയാണ് കയറി വന്നത്. ഇപ്പോൾ നമ്മൾ ടൗണൊക്കെ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ദയവേത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളാണ്, മൂന്നാർ 2-ാം മൈലിലേക്ക് വരുന്നത്, എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഉള്ള വഴിയിലാണ് നമ്മുടെ പറക്കാട് റിസോർട്ട് വരുന്നത്. ഈ കാണുന്നതാണ് പറക്കാട് റിസോർട്ടിൻ്റെ എൻട്രൻസ് അല്ലെങ്കിൽ എൻട്രി കൊടുത്തിരിക്കുന്നത്, ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന് സ്പൈസ് ഗാർഡനൊക്കെ ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് ഒരു വലിയ വണ്ടിക്കൊക്കെ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ടെമ്പിൾ ട്രാവലറിലാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് വരെ അല്ലെങ്കിൽ ഏതൊരു വണ്ടിക്ക് നമുക്ക് ഇവിടെ കയറി ഇറങ്ങി ചെല്ലാവുന്ന നല്ല പക്കയായിട്ടുള്ള വഴിയൊക്കെയാണ്. നമുക്ക് നേരെ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു പറക്കാട് റിസോർട്ടിൻ്റെ റിസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ഈ ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകളിലേക്കും മറ്റും കിടക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പറക്കാട് റിസോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പറക്കാട് റിസോർട്ടിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. അപ്പോൾ മൂന്നാറിൽ താമസിക്കാൻ വന്നിരിക്കുന്നവർക്ക് താമസിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് നമ്മുടെ പറക്കാട് റിസോർട്ട്. അപ്പോൾ നമുക്ക് അവിടേക്കുള്ള കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പോകാം. സോ ഇതാണ് പറക്കാട് റിസോർട്ടിൻ്റെ റിസപ്ഷൻ. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പറക്കാട് റിസോർട്ടിൻ്റെ ഒരു പരിചയമൊക്കെയുള്ള വാഹനം കാണാം. എനിക്ക് തോന്നുന്നു ഇത് അവരുടെ പിക്കപ്പ് വെഹിക്കിളാണ്. നമുക്ക് എന്തായാലും എൻട്രൻസിൽ ഒരു ആന നിൽക്കുന്നു, ആനയുടെ സ്റ്റാച്ചു. ഇതാണ് പറക്കാട് റിസോർട്ടിൻ്റെ റിസപ്ഷനിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളൊക്കെ ആദ്യം തന്നെ ഒരു മനസ്സിലേക്ക് കയറുന്ന ഒരു ഗോൾഡൻ്റെ അതിപ്രസരം കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു എൻട്രൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ലോബിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല മനോഹരമായിട്ടാണ് അത് തീർത്തിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചറായിട്ട് നമുക്ക് നോക്കുമ്പോൾ നല്ല പക്കയായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. പറക്കാട് ജുവൽസിന്റെ ഒരു മിനി സ്റ്റോറും കൂടി നമ്മുടെ ഈ ഒരു റിസപ്ഷനിൽ കാണാൻ സാധിക്കും. അതിന്റെ തൊട്ടപ്പുറത്ത് കുറച്ച് ഇവരെന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്ന കുറച്ച് ഓയിലും മറ്റൊക്കെ അവിടെ വിൽക്കപ്പെടുന്നുണ്ട്. ഇപ്പം ഈ നേരെ കാണുന്നത് ഇവിടുത്തെ ഒരു ആയുർവേദ സെന്റർ ഉണ്ട്. ആ ഒരു ആയുർവേദ സെന്റർ വിച്ച് ഇസ് ജീവാനിയം എന്ന് പറയുന്നതായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ അടിയിൽ കൊടുക്കാം. അത് നല്ല കുറച്ച് ഫീച്ചേഴ്സ് ആണത്. ഇതാണ് റിസപ്ഷൻ ലോബി എന്ന് പറയുന്നത്. നമുക്ക് ആദ്യമേ തന്നെ അപ്പോൾ റിസപ്ഷൻ്റെ ആ ഒരു വഴി നേരെ ചെല്ലുമ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ താഴത്തെ ഫ്ലോറിലേക്കുള്ള ഓരോ വഴികളാണ്. ഇപ്പോൾ റൂമുകളൊക്കെ വരുന്നത് ഇവിടെയാണ്. റെസ്റ്റോറൻറ്റ് വരുന്നത് ഇതിൻ്റെ അടിയിലുള്ള ഫ്ലോറിലാട്ടോ.
യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ലിഫ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക്സ് അല്ലെങ്കിൽ മറ്റ് വർക്ക്സ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇരുന്ന് ഒന്ന് ആസ്വദിക്കാനായിട്ട് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഏരിയ ആണ്. ലോബിയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ആ ലോബിയിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. മൂന്നാറിൻ്റെ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെയും ആ ഒരു മലയിടുക്കുകളുടെയൊക്കെ കാഴ്ച നമുക്ക് അങ്ങ് നീണ്ടു നിൽക്കുന്ന മലയിടുക്കുകളുടെ കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു ലോബിയിലല്ല ഈ ഒരു ബാക്കിൽ നിൽക്കുന്ന കൊട്ടിയാടിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബാക്ക് ടോപ്പ് ഡെക്ക് എന്നാണ് നമ്മുടെ ഈ ഒരു ഇവിടെ പറയുന്നത്. ഈ ടോപ്പ് ഡെക്കിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല മനോഹരമായ കാഴ്ചയാണ്. കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നല്ല ചെയർസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇരിക്കാം. ഈ ഒരു മിനിയേച്ചർ ബാക്കിൽ കൊടുത്ത് നമുക്കൊരു ഫോട്ടോ സെക്ഷനായിട്ട് പറ്റിയ ഒരു ഏരിയയും കൂടിയാണ്. നമുക്ക് ഇനി റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ആദ്യമേ തന്നെ ലിഫ്റ്റ് ഉപയോഗിച്ചാണ് പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ ഫ്രണ്ട് ഡെസ്കിലാണ്. ഫ്രണ്ട് ഡെസ്കിൽ നിന്ന് നമുക്ക് റെസ്റ്റോറൻ്റ് ആണ് താഴത്തെ ഫ്ലോർ. അതിൻ്റെ അടിയിലത്തെ ഫ്ലോറുകളാണ് മറ്റ് റൂംസ് ഒക്കെ വരുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. സോ ഇതാണ് അവിടുത്തെ ലോബി. സോ ഈ കാണുന്നതാണ് എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റ്, മെയിൻ റെസ്റ്റോറൻറ്റിലെ കുക്കിംഗ് ഏരിയ ആണ്. അവിടെയൊക്കെ നോ എൻട്രി ആണ്. നമ്മളപ്പോൾ ഇവിടെ തൊട്ടടുത്ത് റെസ്റ്റോറൻറ്റ് തൊട്ടടുത്തുള്ള ഒരു റൂമാണ് ഇത്. ഈ ഒരു വാൾ ടൈലിംഗ് നല്ല മനോഹരം കേട്ടോ. എന്തായാലും അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ വുഡൻ ഫിനിഷ് ഒക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തത്. നമ്മുടെ ടോപ്പ് ഡെക്കിന്റെ അടിയിൽ വരുന്ന ഒരു ഡെക്കാണ് ഈ കാണുന്നത്. റെസ്റ്റോറൻ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റ് കാഴ്ചകളിലേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് കിടക്കാം. ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. നമുക്കിവിടെ 3 രീതിയിലുള്ള ബഫറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, അതുപോലെ തന്നെ ലഞ്ചും അവൈലബിൾ ആണ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വളരെ ന്യൂട്രീഷ്യസും വൈറ്റമിൻസും നിറഞ്ഞായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കറിയാം VIP-കളൊക്കെയാണ് ഇവിടെ കൂടുതലും വരുന്നത്. സാധാരണക്കാരും വരുന്നുണ്ട്. കൂടുതലും ഫോറിനേഴ്സാണ്. ഡ്രിങ്ക്സും മറ്റൊക്കെ ഇതാണ്. പിന്നെ വേറെ കാര്യം പറയാം. നിങ്ങൾക്ക് ഞാൻ ഫുഡിൻ്റെ കാര്യമൊന്നും അധികം കാണിക്കുന്നില്ല. കാരണം അതിനൊന്നും ഒരു മാനേഴ്സ് അല്ലല്ലോ ചേച്ചിത്തിന് വേണ്ടി. അതുകൊണ്ട് കാണിക്കും. സോ ആദ്യമേ തന്നെ നമ്മൾ ഒരു റൂമിലേക്കും അല്ലെങ്കിൽ നമുക്ക് ഇനി റിസോർട്ടിൻ്റെ മറ്റു കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പം അതിന് നമ്മൾ ലിഫ്റ്റ് തന്നെ ആശ്രയിച്ച് തന്നെയാണ് നമ്മളിപ്പോൾ അതിനകത്ത് പോകുന്നത്. കാരണം നമ്മൾ സ്റ്റെയർസ് കയറുമ്പോൾ ടൈം ലാഗിങ് വരാണ്ടിരിക്കാൻ വേണ്ടിയാണേ. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ലിഫ്റ്റ് വരുന്നവരെ. 3rd ഫ്ലോറിലാണെന്നാണ് കാണിക്കുന്നത്. എത്തട്ടെ. സോ നമ്മുടെ ഈ ഫ്ലോറിൽ എത്തി കഴിഞ്ഞ് നമ്മൾ 0 ഫ്ലോറിലാണ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ ഡെക്കിലേക്ക് പോവാം. അല്ലെങ്കിൽ ലെവൽ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടേക്ക് പോവാം. അവിടെ 4001 to 4000 സംതിങ് വരുന്ന റൂംസ് ഒക്കെയാണ് അവിടെ വരുന്നത്. ഇവിടെ 1000 to 4000 അങ്ങനെയൊക്കെയാണ് റൂമിൻ്റെ നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട് ഇപ്പം എങ്ങനെയാണ് നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി കുറച്ച് നീങ്ങി കഴിയുമ്പോൾ വരുന്നൊരു സീറ്റിംഗ് ഏരിയ ആണിത്. നമ്മൾ ആദ്യമേ തന്നെ ഒരു റൂമിലേക്ക് 007 എന്ന് പറയുന്ന റൂം നമുക്ക് വേണ്ടി തുറന്ന് കാണിക്കുന്നുണ്ട്. റൂമിലേക്കാണ്. ഈ കാണുന്ന ഒരു ടച്ച് സ്ക്രീൻ ആണ്. നമുക്ക് ഇവിടെ ക്ലീനിങ്ങിന് മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റൂമിലേക്ക് കയറുമ്പോൾ ഒരു ലിവിങ് അല്ലെങ്കിൽ സീറ്റിംഗ് ഏരിയ കാണാം. അതിന് തൊട്ടപ്പുറത്തായിട്ട് അവിടെ നമുക്ക് മറ്റ് ഈസിലി സ്വിച്ച് റിമോട്ടൊക്കെ കാണാം. അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെഡ് വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം. അപ്പോൾ ആ ബെഡ്റൂമിൻ്റെ മേലൊക്കെ വരുന്ന ടൈലിംഗ് ഒക്കെ നല്ല ഫിനിഷ് ആയിട്ട് ഇവിടെ. സ്ലൈഡിംഗ് ഡോറ് കൂടിയ ഒരു ബാത്റൂമാണ് വരുന്നത്. സോ ഇതാണ് ബാത്റൂമിന് ഇൻസൈഡിലത്തെ കാഴ്ച. നമുക്ക് കാണാം. ഇപ്പൊ ഈ ഒരു ബെഡിന് തൊട്ടപ്പോൾ തന്നെ നമുക്ക് കോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എമർജൻസി അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു ടെലിഫോൺ കൊടുത്തിട്ടുണ്ട്. ലോക്കറൊക്കെ ഫെസിലിറ്റിയോട് കൂടി വരുന്ന ഒരു ഷെൽഫ് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ നമുക്ക് ഇനിയും കുറച്ചും കൂടി നീങ്ങിയിട്ട് ബാക്കിയുള്ള ഈ റൂമിൻ്റെ അകത്തുള്ള മറ്റു കാഴ്ചകളിലേക്ക് എടുക്കാം. നമുക്കിവിടെ ഒരു ലിവിങ് ഏരിയ കാണാം. ലിവിങ് ഏരിയയിൽ നമുക്ക് നോക്കുമ്പോൾ നല്ല സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി മാസ്റ്റർ ബെഡ്റൂമാണിത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് സീറ്റിംഗ് അല്ലെങ്കിൽ മറ്റ് ചെയർസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഫ്രണ്ടിൽ ഒരു ടി വിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. പിന്നെ സ്റ്റോറേജിന് വേണ്ടിയും അല്ലെങ്കിൽ നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയായിട്ട് കുറേ ഏരിയ കൊടുത്തിട്ടുണ്ട്. ലോട്ട്സ് ഓഫ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മോളത്തെ സീലിംഗ് അല്ലെങ്കിൽ ആ ഒരു മോളിലത്തെ വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല മനോഹരമാണ്. ലൈനിങ് ആയാലും നല്ല പക്കയാണ്. അപ്പോൾ സോഫാസ് അതോടൊപ്പം ഒരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കാട്ടം മാറ്റി കഴിഞ്ഞാൽ മൂന്നാറിന്റെ ഒരു മറ്റൊരു കാഴ്ച അല്ലെങ്കിൽ ഒരു മനോഹരമായ കാഴ്ച തന്നെയിലേക്കാണ് നമ്മളെ കൊന്നെത്തിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അത് ആസ്വദിക്കണമെങ്കിൽ അത് ആസ്വദിക്കാം. ഇതാണ് ബെഡ് വരുന്നത്. ബെഡിന്റെ കാര്യത്തിൽ ഡബിൾ ബെഡാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമതൊരു ചിൽഡ്രനും കൂടി കിടക്കാവുന്ന ഒരു ഏരിയ കാണാം. അപ്പം നമുക്ക് ഈ ഒരു ഇവിടുത്തെ ഈ ഗ്ലാസ് വിൻഡോ പോലത്തെ അല്ലെങ്കിൽ ഒരു ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വേറൊരു ഡക്കിലേക്ക് എൻ്റർ ചെയ്യാം. ഈ ഒരു ഡക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 ചെയറും ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മൾക്ക് പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കുന്നവർക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നു. നേരെ നോക്കുമ്പോൾ നമ്മൾ വന്ന റോഡ് ഉൾപ്പെടെ എല്ലാം നല്ല മൂന്നാല് മറ്റു കാഴ്ചകൾ ട്രെയിൽ തുടരുന്ന കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതേനാ നമുക്ക് ഇനിയും ഈ ഒരു റൂമിന്റെ മറ്റു കാഴ്ചകളിലേക്ക് കിടക്കാം. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്ന ടൈലിംഗ് ഒക്കെ 3D ടൈലിംഗ് ഒക്കെ നല്ല മനോഹരമായിട്ട് തീർത്തിട്ടുണ്ട്. കുഷനിങ് ഒക്കെ ആയാലും. അപ്പൊ ഇതാണ് ബാത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. ഇതാണ് ബാത്റൂം വരുന്നത്. പക്ഷേ ഒരു എക്സ്ട്രീം ലെവലായിട്ടുള്ള ബാത്റൂം എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റയടി തരുമ്പോൾ, കാരണം നമുക്ക് ടൈലിങ്ങും അല്ലെങ്കിൽ ഗോൾഡൻ ടച്ചിൽ കൊടുത്തിരിക്കുന്ന ടോയ്ലറ്റ് ഒക്കെ നല്ല മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ LED ലൈനിങ് ഒക്കെയാണ് കൊടുത്തിരുന്നത്. അതൊക്കെ നമ്മുടെ വെളിച്ചത്തിന്റെ ഇതൊക്കെ മനോഹരമാക്കി തീർക്കും. ഡോർ ഹാൻഡിൽ വരെ അതെ. അതുപോലെ തന്നെ വാഷിങ്ങിന് കൊടുത്തിരിക്കുന്ന ആ ഒരു പൈപ്പും എല്ലാം ഗോൾഡൻ ഫിനിഷിലാണ് തീർത്തിരിക്കുന്നത്. ടിഷ്യൂ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിച്ച് അവൈലബിൾ ആണ്. വലിയൊരു മിററൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗോൾഡൻ ടച്ച് എങ്ങനെ എക്സിക്യൂട്ടീവ് ലുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കുറച്ച് മണി. ഇപ്പം നമുക്ക് വേറൊരു ഏരിയയിലാണ് ശരിക്കും ബാത്തിങ് ഏരിയ അല്ലെങ്കിൽ ഷവറൊക്കെ കൊടുത്തിരിക്കുന്നത് വേറൊരു സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഷവറിന്റെ പൈപ്പും മറ്റൊക്കെ ആയാലും ഗോൾഡൻ ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ വെസൽസ് ഒക്കെ ആയാലും ഇത് നല്ല മനോഹരതയാണ് തീർത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പറക്കാട് റിസോർട്ട് എന്ന് പറയുന്നത് നമുക്ക് നല്ല ഫിനിഷോട് കൂടിയ റൂമൊക്കെ ആയിട്ട് വരും. ഒരു നല്ല പെയിന്റിങ്ങും ആ ഒരു റൂമിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല കോഫി മേക്കറും അവൈലബിൾ ആണ്. നമുക്ക് അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ സാമഗ്രികളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊരു മിനി ഫ്രിഡ്ജും, ആ മിനി ഫ്രിഡ്ജിൽ നമുക്കൊരു ഫ്രീസറും അല്ലെങ്കിൽ കുറച്ച് അത്യാവശ്യമായ കുറച്ച് ഡ്രിങ്ക്സും ചെറിയ ചോക്ലേറ്റ് ഒക്കെ നമ്മുടെ പറക്കാട് റിസോർട്ട് നമുക്ക് അവിടെ വരുന്നവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റിയും കൂടി നമുക്ക് അവൈലബിൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ചോക്ലേറ്റിന് മറ്റൊക്കെ സെപ്പറേറ്റ് പൈസ കൊടുക്കണമെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. സോ ഇതാണ് മൊത്തത്തിലുള്ള കാഴ്ച. നമുക്ക് ഇനി റിസോർട്ടിന്റെ മറ്റു കാഴ്ചകളിലേക്ക് കിടക്കാം. മോളിലൊക്കെ വുഡൻ പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എക്സിറ്റ് ചെയ്യാണെങ്കിൽ വേറൊരു ഡോറും കൂടി നമുക്ക് പുറത്തേക്ക് പോകാനായിട്ടുണ്ട്. നമ്മൾ കയറി വന്ന ആ ഒരു ലോബിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ഇവിടുന്ന് നമുക്ക് ഈ വഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഇനിയും പുറത്തെ കാഴ്ചകളൊക്കെ നോക്കാം. അപ്പൊ ഈ ഒരു റിസോർട്ടിന്റെ പുറത്തെ കാഴ്ചകളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കൂടെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മോളിലേക്ക് ഇതൊരു റിസപ്ഷനിലേക്കുള്ള വഴിയാട്ടോ. സോ നമുക്ക് അതിന് ആ ബിൽഡിങ്ങിന്റെ ഒരു സ്ട്രക്ചർ നോക്കാം. ഇത് മനോഹരതയിൽ തീർത്തിരിക്കുന്ന വാൾ ടൈലിംഗ് ഒക്കെ ആയാലും നല്ല പക്ക ഫിനിഷോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂളും നമുക്ക് ഈ ഒരു അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊരു നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന മറ്റൊരു കോട്ടേജ് ആണ്. അപ്പൊ ഇവിടെ ഒരു നമുക്ക് ആനയുടെ തുമ്പിക്കയിൽ നിന്ന് വരുന്ന വെള്ളം ചേരുന്ന രീതിയിലുള്ള സ്വിമ്മിംഗ് പൂൾ, പബ്ലിക് ഒരു സ്വിമ്മിംഗ് പൂൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടി. ഈ ഒരു പാത്ത് എന്ന് പറയുന്നത് നമുക്ക് താഴെ വേറെ 2 കോട്ടേജസ് ഉണ്ട്. അതിനകത്ത് ഒരു കോട്ടേജിന്റെ ഞാൻ വൈകുന്നേരം കാണിക്കാം. ഞാൻ ആ കോട്ടേജിനകത്ത് തന്നെ സ്വിമ്മിംഗ് പൂൾ വരുന്ന ഒരു കോട്ടേജാണ്. അത് ഞാൻ വൈകുന്നേരം ഞങ്ങളിവിടെ വരുമ്പോൾ കാണിച്ചു തരാം. അത് നമുക്ക് തോന്നുന്നു ഇനിയും വരുന്ന എപ്പിസോഡുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് മുകളിലേക്കുള്ള വഴി.
പക്ഷേ ഈ ഒരു വഴി പോലും അവർ വെറുതെയാണ് തീർത്തിരിക്കുന്നത്. അവിടെയും ഒരു നല്ലൊരു ഇമേജസ് അല്ല കണ്ണിന് കുളിർമയേക്കാവുന്ന രീതിയിൽ പച്ചപ്പിലാണ് തീർത്തിരിക്കുന്നത്. നമുക്കിനിയും സൈഡിൽ വരുന്ന ആ ഒരു വാള് വെറുതെ വിടാണ്ട് അവിടെ ഒരു നല്ല പെയിന്റിങ്ങോട് കൂടി തീർത്തിരിക്കുന്നു. ഇവിടെ സ്റ്റേജും മറ്റും കാണാം. ഇവിടെ ഫയർ ക്യാമ്പും അതുപോലെ തന്നെ നൈറ്റ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറും ഈ ഇവിടുത്തെ ഒരു പുൽത്തകടിയൊക്കെ മേഞ്ഞ് അതിൻ്റെ നടക്ക് കൂടെ തന്നെ ഒരു പാത പോലെ ഇത് ചെയ്തിരിക്കുന്ന ഒരു വഴിയാണ്. ഇവിടെ ചെയ്യുന്ന ഹണിമൂൺ പാക്കേജ്, അതുപോലെ തന്നെ ഫാമിലി പാക്കേജ്, അങ്ങനെ ഓരോരോ രീതിയിലുള്ള പാക്കേജസും കോട്ടേജസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വരുന്നവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് റെഫർ ചെയ്താൽ. കുറച്ച് റൂമുകളിൽ നമുക്കിപ്പോൾ ഇന്നിപ്പോൾ ഇപ്പം ഞങ്ങൾ സീസൺ ടൈം ആയതുകൊണ്ട് നമുക്കിപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇമേജസ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഞാൻ സ്ലൈഡ് ഷോ ഈ ഒരു എൻഡിങ് ആയിട്ട് ഈ ഒരു വീഡിയോയുടെ എൻഡിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഇത് എത്തിച്ചേർന്നത് അല്ലെങ്കിൽ ആ ഒരു വഴി ആ സ്റ്റെപ്സ് കയറി വരുന്നത് നമുക്കൊരു ഈ ഒരു പാർക്കിംഗ് ഏരിയയിലേക്കാണ് കയറുന്നത്. അപ്പോൾ പാർക്കിംഗ് ഏരിയയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് 2 പാർക്കിംഗ് ഏരിയയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കാണാൻ സാധിക്കും. അതിനകത്ത് ഒരെണ്ണത്തിൻ്റെ ഫസ്റ്റിലേക്ക് നമുക്ക് നല്ലൊരു ഗാർഡനിങ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവര് കസ്റ്റമേഴ്സ് ഫ്രണ്ട്ലി ആട്ടോ. നമുക്കിപ്പോൾ റേറ്റിങ്ങിനൊക്കെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല പക്ക റേറ്റിങ്ങുള്ളതാണ്. നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്, പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് അതെല്ലാം ഈ ഹോട്ടലിൽ അല്ലെങ്കിൽ റിസോർട്ടിന്റെ റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ റെഫർ ചെയ്താൽ ഇവിടെ ബുക്കിങ്ങിനും നമ്മുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഫോൺ നമ്പറും മറ്റൊക്കെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് 3ാം വശനിരമായ കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഓട്ടോടെക് ട്രാവലിൻ്റെ ചാനലിൻ്റെ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.